Number 30. A compound microscope has an eyepiece of focal length 10 centimeter, objective focal length 4 centimeter. What is the magnification if an object is kept at a distance 5 centimeter? If an object is kept at a 5 centimeter from objective, so that it is arranged for the least distance of vision. അല്ലെങ്കിൽ ആ ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷൻ ഇവിടെ ഗിവൺ പണിയിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ தான் அந்த ക്യാപിറ്റൽ ഡി. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ தான் ക്വസ്റ്റ്യനിൽ കേട്ടിരിക്കുക. അപ്പോൾ அந்த ഐപീസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഓബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷനാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ. ദർഫോർ ഈ ഓബ്ജക്റ്റീവ് ലെൻസ് ஒரு ரியல் இமேஜ் தான் ஃபார்ம் பண்ணும். அப்போ இதுதான் ஆப்ஜெக்டிவ் லென்ஸு. ஆப்ஜெக்ட் வந்து 5 சென்டிமீட்டர் தான் தாண்டி வச்சிருக்கு. இமேஜ் எங்கே வரும்? அப்போ அது லென்ஸ் ஃபார்முலா அப்ளை பண்ணிவிட்டு இமேஜ் வந்து 20 சென்டிமீட்டரில் ஃபார்ம் பண்ணும். ஓகே, 1/v0 மைனஸ் 1/u0 ஈக்குவல் டு 1/f வித் சைன் கன்வென்ஷன். u வந்து நெகட்டிவ், v வந்து பாசிட்டிவ். അപ്പോൾ ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ வந்து മാഗ്നിഫിക്കേഷൻ ഓഫ് ഓബ്ജക്റ്റീവ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് എന്ന് എഴുതാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് ഓബ്ജക്റ്റീവ് എപ്പടി എഴുതാം? v0/u0 ഇമേജ് ബൈ ഓബ്ജക്റ്റ്. ആക്ച്വലി ഇത് സൈൻ ഒന്നും ഐ എം നോട്ട് ടേക്കിങ്. ആക്ച്വലി ഇൻവേർട്ടഡ് ഇമേജ് ആണ്, സൈൻ ഒന്നും എടുക്കാൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മറ്റും എടുത്താൽ പോകും. ഇൻറ്റു 1+d/fe ഇത് വന്ന് എന്താണ്? ഐ പീസിൻ്റെ ആണ്. ഐ പീസിൻ്റെ d/fe ഫോർ ഇൻഫിനിറ്റ് സെറ്റിങ്ങും നോർമൽ സെറ്റിങ്ങും ഇത് വന്ന് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനിലുള്ള സെറ്റിങ്ങിൻ്റെ ആണ്. ഇത് ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ് ദിസ് ഇക്വേഷൻ. അപ്പോൾ 1+d/fe. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ അത് 25 ആണ് നോർമലി നമ്മൾ എടുക്കുന്നത്. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ 20. ഫോർ വാല്യൂ കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് 12. മാഗ്നിഫിക്കേഷൻ ഈസ് 12. ക്വസ്റ്റ്യൻ നമ്പർ 31. അപ്പോൾ രണ്ട് തെർമലി ഇൻസുലേറ്റഡ് വെസൽസ് ആണ് 1ഉം 2ഉം. അതിൽ എയർ ഫിൽ പണിയിരിക്കും. രണ്ട് ടെമ്പറേച്ചറിലാണ്. അതിൻ്റെ വോളിയം ഡിഫറൻ്റ് ആണ്. അതേമാതിരി അതിൻ്റെ പ്രഷറും ഡിഫറൻ്റ് ആണ്. നൗ ദർ ഈസ് എ വാൽവ് കണക്റ്റിംഗ് ദം. ആ വാൽവ് ഓപ്പൺ പണിയാൽ ഈ രണ്ട് ഗ്യാസുകളും കൂടെ മിക്സ് ആയിട്ട് ഒരു കോമൺ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിലും ഒരു കോമൺ ഇക്വിലിബ്രിയം പ്രഷറിലേക്കും റീച്ച് ആകും. அந்த டெம்பரேச்சர் இக்விலிபிரியம் டெம்பரேச்சர் தான் கேட்டிருக்கு. ஆக்சுவலி வால்வ் ஓப்பன் பண்ணும்போது ரிமெம்பர் ആ ഗ്യാസിന് സം കൈനറ്റിക് എനർജി ഇരിക്കും. ഗ്യാസ് മോളിക്യൂൾസിന് ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് സം ഇൻറ്റേർണൽ എനർജി. ആ ഇൻറ്റേർണൽ എനർജി യൂസ് பண்ணிട്ടാണ് ആ ഗ്യാസ് പാർട്ടിക്കിൾസ് മൂവ് ആയിട്ട് ഈ മൊത്തം വോളിയം ഓക്കി பண்ணுന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ കണ്ടെയ്നർ V1 V2 ആണെങ്കിൽ ഫൈനൽ ഗ്യാസിൻ്റെ വോളിയം V1+V2 ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ കണ്ടെയ്നറിലിരുന്ന മോൾസ് N1 ആൻഡ് N2 ആണെങ്കിൽ ഫൈനൽ നമ്പർ ഓഫ് മോൾസ് വിൽ റിമെയിൻ സെയിം, N1+N2 ആയിരിക്കും. ആ പ്രഷർ ചേഞ്ച് ആകും, ടെമ്പറേച്ചറും ചേഞ്ച് ആകും. ഓക്കെ, therefore if you write the equations, ideal gas equation എഴുതിയ ഫസ്റ്റ് കണ്ടെയ്നറിൽ P1 V1 ഈക്വൽ ടു N1 R T1 ആൻഡ് P2 V2 N2 R T2 ഫോർ ദ സെക്കൻഡ് കണ്ടെയ്നർ. അപ്പോൾ ടോട്ടൽ മോൾസ് എപ്പോഴും റിമെയിൻസ് സെയിം. ടോട്ടൽ മോൾസ് റിമെയിൻസ് സെയിം. Therefore final condition equilibrium pressure is P, final volume is V1+V2 and final number of moles is N1+N2 into RT, final temperature the T. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് இந்த மாதிரி ക്വസ്റ്റ്യൻസിൽ റിമെമ്പർ പ്രഷർ വോളിയം എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അത് ഇനിഷ്യലി ആ സിസ്റ്റത്തിൻ്റെ ഉള്ള പ്രഷർ വോളിയം എനർജിയും ഫൈനലി ആ സിസ്റ്റത്തിനുള്ള പ്രഷർ വോളിയം എനർജിയും സെയിം ആണ്. വൈ? ബിക്കോസ് നമ്മൾ അതിനകത്ത് എക്സ്റ്റേണലായിട്ട് വർക്കൊന്നും കൊടുക്കല്ലേ. എക്സ്റ്റേണൽ വർക്കും എക്സ്റ്റേണൽ ഹീറ്റും കൊടുക്കാത്തപ്പോൾ പ്രഷർ വോളിയം എനർജി വിൽ സെയിം. ആ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ ഗ്യാസ് പാർട്ടിക്കിൾസ് റീഅറേഞ്ച് പണ്ണുന്നത് ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിൽ നിന്ന് ഫ്ലോ പണി മൊത്തം ഓക്യുപ്പൈ പണ്ണുന്നത് ഇറ്റ്സ് ഓൺ എനർജി അല്ലെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി യൂസ് பண்ணிട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ വോളിയം എനർജിക്ക് ഒരിക്കലും മാറ്റം വരാതെ. വാട്ട് ഈസ് പ്രഷർ വോളിയം എനർജി? ഗ്യാസിന് ഒരിക്കലും ഒരു V വോളിയത്തിൽ കൺഫൈൻ பண்ண முடியாது. അത് മാക്സിമം അവൈലബിൾ സ്പേസിൽ தான் വാണ്ടർ பண்ணி தான் നടക്കും. അപ്പോൾ அந்த വാണ്ടർ பண்ணி നടക്കുന്ന അലഞ്ച് നടക്കുന്ന அந்த ഗ്യാസ് മോളിക്യൂൾസിനെ എല്ലാം കളക്ട് பண்ணி ആ ഗിവൺ വോളിയത്തിൽ ഗിവൺ പ്രഷറിൽ കീപ്പ് பண்ணதுக்கு கொஞ்சம் எனர்ஜி தேவையாയിരിക്കും. ആ எனர்ஜிയാണ് പ്രഷർ വോളിയം എനർജി. ഓൾറെഡി യു ഹാവ് കെപ്റ്റ് ഇൻ 2 കണ്ടെയ്നേഴ്സ്. അപ്പോൾ கொஞ்சம் எனர்ஜி സ്പെൻഡ് பண்ணி தான் அந்த കണ്ടെയ്നറിൽ വെച്ചിരിക്കും. ആ എനർജി தான் പ്രഷർ വോളിയം എനർജി. അത് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. therefore I can write P1 V1 plus P2 V2 equal to P into V1 plus V2. That is an important condition in this question. അപ്പോൾ in the P into V1 plus P2 ന് ബദലായിട്ട് ഞാൻ in the ഇക്വേഷനിൽ P1 V1 plus P2 V2 എന്ന് എഴുതും. ഇനി in the N1 ബദലായിട്ട് എപ്പോഴും എഴുതാം P1 V1 by RT1, N2 ബദലായിട്ട് P2 V2 by RT2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணி into R2. ഈ R കട്ട് பண்ணி റീഅറേഞ്ച് பண்ணும்போது you are getting
final temperature is T1 T2 P1 V1 plus P2 V2 divided by P1 V1 T2 plus P2 V2 T2.